നമസ്കാരം. നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പും മാന്യതയും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ധാർമ്മികതയും ഒക്കെ ഉണ്ടോ? ഈ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരായ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ എന്ന് പറയുന്ന വി.ഡി. സതീശനോടും കെ. സുധാകരനോടും സണ്ണി ജോസഫിനോടും രമേശ് ചെന്നിത്തലയോടും ഒക്കെ കൂടിയാണ്. ഒരു കാലത്ത് ഉമ്മൻചാണ്ടി എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ഒരു വാർത്താ സമ്മേളനം ഇന്ദിരാഭവനിൽ കവർ ചെയ്യാൻ പോയത് ഞാനായിരുന്നു, മറ്റൊരു മാധ്യമത്തിന് വേണ്ടി. അന്ന് CG കടക്കൽ എന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, വെൽഫെയർ പാർട്ടിയുമായി നിങ്ങളുടെ ബന്ധം എന്താണ്? വെൽഫെയർ പാർട്ടി, സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു പാർട്ടിയെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. വെൽഫെയർ പാർട്ടി എന്താണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരും നമ്മളും തമ്മിൽ എന്താ എന്ന് വളരെ വളരെ പരിഹാസ രൂപത്തിൽ ചോദിച്ച ഉമ്മൻചാണ്ടി ഇന്നിപ്പോൾ വെൽഫെയർ പാർട്ടിയും UDF-ഉം കോൺഗ്രസും ഒക്കെ ഒറ്റ കൈയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയുടെ, തീവ്ര സ്വഭാവമുള്ള സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി. ഇപ്പോൾ നിരോധിത സംഘടനയായ PFIയുടെ രാഷ്ട്രീയ മുഖമായ SDPI പോലെ തന്നെ. അപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിരവധിയിടങ്ങളിൽ UDF-ഉം SDPI-യുമായി കൈകോർക്കുകയാണ്. ഇത്രയും നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും ഒരു രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്ത കോൺഗ്രസ് എന്ന പാർട്ടിയെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അവരുടെ രാഷ്ട്രീയ ധാർമ്മികത എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഇവര് പറയുന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ്. അത് പറയുന്നവൻ ആലോചിച്ച് നോക്കൂ. ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാരും മറ്റ് ഘടകകക്ഷിക്കാരും ഒക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് കൈകോർത്തിരിക്കുന്നത്. ലീഗുമായിട്ടുള്ളത് പോട്ടെ, എന്തെങ്കിലും ആകട്ടെ. ഇപ്പോൾ ഏതാണ്ട് 300-ലധികം വാർഡുകളിൽ, 300-ലധികം കൃത്യമായി അറിയില്ല, വെൽഫെയർ പാർട്ടി UDF ധാരണ, മുസ്ലിം ലീഗിന്റെ പല സീറ്റുകളും വെൽഫെയർ പാർട്ടിക്ക് വീതം വെച്ച് നൽകിയിട്ടുമുണ്ട്. അപ്പം ഇവരെ UDF-നെ ജയിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ UDF 2026 കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി ഏത് രീതിയിലേക്ക് പോകും എന്നുള്ള ആശങ്ക കൂടി ഇതിനോടൊപ്പം നമ്മൾ പങ്കുവയ്ക്കേണ്ടതുണ്ട്. കാരണം ഇവന്റെയൊക്കെ SDPI-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ നിയന്ത്രണത്തിലായിരിക്കും, ലീഗിന്റെയും ഒക്കെ നിയന്ത്രണത്തിലായിരിക്കും UDF. ഇവർ പറയുന്നത് പോലെ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ വി.ഡി. സതീശനും സണ്ണി ജോസഫും കെ. സുധാകരനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ ചാടിക്കളിക്കുമായിരിക്കും. പക്ഷേ കേരളം ഏത് സ്ഥിതിയിലേക്ക് പോകും? ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ കേരളത്തിൽ അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുണയാൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ നമ്മളെ, ഇവിടുത്തെ മറ്റ് സമൂഹങ്ങളെ, മതവിഭാഗങ്ങളെയൊക്കെ കാണും എന്നുള്ള ഒരു ചിന്ത, ഒരാശങ്ക കൂടി ഈ രാഷ്ട്രീയ നിരീക്ഷകർ, നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകരാണ്, അവർ അടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി ചിഹ്നമായ ഗ്യാസ് സിലിണ്ടറിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത്. പ്രാദേശികമായി എതിർപ്പുള്ള ഇടങ്ങളിൽ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കുന്നുണ്ട്. UDF-യുമായി കൈകോർത്ത്, ലീഗുമായി കൈകോർത്ത് വെൽഫെയർ പാർട്ടി, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയാണ് ഇവരുടെയൊക്കെ കൂട്ടുകാർ. അപ്പം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ പണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ നാട് വിടേണ്ടി വരും. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് UDF വെൽഫെയർ പാർട്ടി ധാരണയുള്ളത്. ഇതിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത്. 30ഓളം പഞ്ചായത്തുകളിൽ ലീഗ് സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് നൽകിയും ധാരണയായിട്ടുണ്ട്. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ 2ഉം, ചങ്ങരോത്ത് പഞ്ചായത്തിൽ കോൺഗ്രസ് ജയിച്ച സീറ്റ് ഉൾപ്പെടെ 2 സീറ്റുകളിലാണ് ധാരണ. അതുപോലെ കൊടിയത്തൂർ, തിരുവള്ളൂർ, ആയഞ്ചേരി, വേളം തുടങ്ങിയ പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടി UDF ധാരണ ഉണ്ട്. അപ്പം അപകടകരമായ ഒരു ധാരണ തന്നെയാണ് ഇത്. ചിലപ്പോൾ അവർ ജയിച്ചേക്കാം, പഞ്ചായത്തുകൾ ഇവരുടെ സഹായം കൊണ്ട് UDF-ന് നിലനിർത്താനോ അല്ലെങ്കിൽ നേടാനോ സാധിച്ചേക്കാം. പക്ഷേ അത് വരാനിരിക്കുന്ന ഒരു വലിയ അപകടത്തിന്റെ മുന്നോടി മാത്രമാണ് എന്ന് വേണം വിലയിരുത്താൻ. വയനാട്ടിലെ വൈങ്ങലപ്പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവ് മത്സര രംഗത്തുണ്ട്. എറണാകുളം ആലങ്കോട് ബ്ലോക്കിലും കോട്ടയം ഈരാറ്റുപേട്ട പഞ്ചായത്തിലും പരസ്യമായിട്ടാണ് ധാരണ. അതുപോലെ ഭൂരിപക്ഷം വാർഡുകളിലും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ ഗ്യാസ് സിലിണ്ടർ, ഇവരുടെ ചിഹ്നം ഗ്യാസ് സിലിണ്ടറാണ്. അതുപോലെ വടകരയിലുണ്ട്. മലപ്പുറം ജില്ലയിലെ ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകൾ പലതും വെൽഫെയർ പാർട്ടിക്ക് നൽകിയതായുള്ള റിപ്പോർട്ടുണ്ട്. മുഖ്യധാരയിൽ ചർച്ചയാക്കാതെ ഇടതുപക്ഷവുമായി കൈകൊടുത്ത പഴയ തെരഞ്ഞെടുപ്പ് ശൈലിയിലല്ല പുതിയ കാലത്തെ വെൽഫെയർ പാർട്ടി ഇപ്പോൾ കോൺഗ്രസുമായിട്ടും UDF-മായിട്ടും സഹകരിക്കുന്നത്. പരസ്യമായുള്ള ഇടപാടുകളാണ്. അതായത് ഇവിടുത്തെ ജനസമൂഹത്തെ തീവ്രവാദ ആശയങ്ങൾ അല്ലെങ്കിൽ മതതീവ്രവാദം മുന്നോട്ട് വെക്കുന്ന ഇവർ വെൽഫെയർ പാർട്ടിക്കാർ പരസ്യമായി തന്നെ ഇവിടുത്തെ ജനങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് UDF-മായിട്ടും കോൺഗ്രസുമായിട്ടും കൈകോർക്കുന്നത്. കോൺഗ്രസ്സുകാരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് അത് സ്വാഭാവികമായും ചോദിച്ചു പോയതാണ്. പക്ഷേ നിങ്ങൾ
നിങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാവിയിൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയും UDF എന്ന സംവിധാനവും ഒക്കെ ഏത് നിലയിലെത്തും എന്നോർത്ത് നമുക്കിപ്പോൾ സങ്കടമാണ്. നമുക്ക് സഹതാപം തോന്നുന്നു നിങ്ങളോടൊക്കെ. ഇതുപോലെയുള്ള ചീഞ്ഞു നാറിയ വൃത്തികെട്ട മതവാദികളുമായിട്ടും മതൂതികളുമായിട്ടും പ്രീണനം നടത്തി ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനാധിപത്യത്തെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ നാണവും മാനവുമില്ലാതെ പോയതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ദുഃഖമുണ്ട്. നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല.